മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. തിരുവചനത്തിലെ ഒരു സന്ദേശവുമായി ഈ വീഡിയോയിലൂടെ നിങ്ങളെ സമീപിപ്പാൻ ദൈവം തന്ന അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പിൻ. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചുവെന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ വചനം അനവധി പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ള വചനമാണെന്ന് എനിക്കറിയാം. പലപ്പോഴും അത് ശരിയായ നിലയിലല്ല നമ്മളെ കേട്ടിരിക്കുന്നെന്നും എനിക്കറിയാം. കാരണം അവിടുത്തെ വാചകങ്ങളിലെ സെൻറ്റൻസിലെ പ്രയോഗം കാണുമ്പോൾ ഞാൻ ഈ മല മാറുമെന്ന് എൻ്റെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അത് നീങ്ങുമെന്ന് നമ്മൾ ചിന്തിക്കുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യും. എന്നാൽ ശരിയായ അർത്ഥം ഗ്രഹിക്കുമ്പോൾ ദൈവത്തിൽ കൂടുതൽ ആശ്രയിപ്പാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ഒരു തിരുവചനം എടുക്കുമ്പോൾ അതിൻ്റെ മുകളിലും താഴെയൊക്കെ പരിശോധിക്കാതെ അതിൻ്റെ അർത്ഥം പൂർണ്ണമാകത്തില്ല. തൊട്ട് മുകളിൽ കിടക്കുന്ന വാക്യം 21-ാം വാക്യം പത്രോസ് പറഞ്ഞ വാക്കാണ്, റബി നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു ഉത്തരമായിട്ട് പറഞ്ഞതാണ്, ദൈവത്തിൽ വിശ്വാസം ഉള്ളവരായിരിക്കും. വിശ്വാസമെന്ന ഈ പദം തിരുവചനത്തിലെ പഴയ നിയമ പുതിയ നിയമ ഭാഗങ്ങളിൽ അനവധി പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള പദമാണ്. അത് ഒത്തിരി തെറ്റിദ്ധാരണയോടുകൂടിയാണ് പുതിയ നിയമസഭയിൽ ഉപയോഗിച്ച് വരുന്നത്. എൻ്റെ ഹൃദയത്തിലെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുമെന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു എന്നുള്ള തലത്തിലേക്കത് മാറിപ്പോയി. എന്നാൽ അവിടെ വളരെ വ്യക്തമായിട്ട് യേശു പറയുകയാണ്, ദൈവത്തിൽ വിശ്വസിക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കി കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിസ്താരത്തിൽ ഇത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ചുരുങ്ങിയ വാക്കുകൊണ്ട് പൂർത്തീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്താണ് ആ വചനത്തിലെ ആശയം? യേശു എന്നാണ് അങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നത്? ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. അപ്പോൾ തിരുവചനത്തിലെ വിശ്വാസമെന്ന പദം സൂചിപ്പിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. അതിൻ്റെ ആശയം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കുക എന്നുള്ളതാണ്. അത് അനുകൂലവും പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടായാലും, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും, പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ മുന്നിൽ വന്നാലും ദൈവത്തിൽ പൂർണ്ണ ആശ്രയം ഹൃദയം കൊണ്ട് വെക്കുക. അതാണ് വിശ്വാസം. ഇവിടെ ഞാനോ നിങ്ങളോ പറഞ്ഞാൽ മല മാറത്തില്ലെന്ന് നമുക്ക് നല്ലപോലെ അറിയാം. വേറെ സ്ഥലത്ത് കാട്ടത്തിയോട് വേരോടെ പിഴുത് കടലിൽ പോയി നടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് യേശു പറഞ്ഞു. അപ്പോൾ ഒരു അത്തിയോ മലയോ നമ്മളാരും പറഞ്ഞാലൊന്നും മാറത്തില്ലെന്ന് നമുക്കറിയാം. അപ്പം അതിൻ്റെ അർത്ഥം നമ്മളെക്കൊണ്ട് അസാധ്യമായ കാര്യങ്ങൾ അതിൻ്റെ മുന്നിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ ഒരാൾക്ക് മാത്രമേ അതിനെ മാറ്റാൻ കഴിയത്തുള്ളൂ, ദൈവത്തിന്. ദൈവം വിചാരിച്ചാൽ ഹിമാലയ പർവ്വതത്തെ അവിടുന്ന് മാറ്റാൻ കഴിയും. പിന്നല്ലേ ഒരു അത്തി. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ആ ദൈവത്തിൽ വിശ്വാസമുള്ളവരായി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്.
ആ ദൈവത്തിൽ നിങ്ങൾ സംശയിക്കരുതെന്നാണ് യേശു പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ആ നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ സേവിക്കുന്ന നമ്മുടെ ദൈവത്തിന് അതിന് കഴിയും. അതാണ് വിശ്വാസം. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തരുമെന്നുള്ള ആശയത്തിലല്ല. ദൈവത്തിൻ്റെ അരുളപ്പാട്, അത് വാഗ്ദത്തങ്ങളായി തന്ന അരുളപ്പാട് ദൈവം നിറവേറ്റും. അപ്പോൾ ദൈവത്തിനും ദൈവത്തിൻ്റെ വചനത്തിനുമുള്ള പൂർണ്ണ ആശ്രയമാണ് വിശ്വാസമെന്ന് ഒറ്റ വാക്കിൽ പറയാൻ പറ്റും. ഇവിടുത്തെ ഈ കാര്യത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രത്യേകം കർത്താവ് പറയുകയാണ്, നിങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചുവെന്ന് നിങ്ങളെ വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. ആരാണ് ഈ മല പോലുള്ള അസാധ്യമായ കാര്യങ്ങളെ, കാട്ടത്തി പോലുള്ള അസാധ്യമായ കാര്യങ്ങളെ മാറാൻ പറഞ്ഞാൽ നടക്കുന്നത്? ആര് പറഞ്ഞാൽ മാത്രമാണ്? അത് ദൈവത്തിന് മാത്രമാണ്. ആ ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതിനൊട്ടും സംശയം വരരുത്. അബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തെന്ന് റോമാലേഖനം 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ ദൈവത്തിൻ്റെ വാഗ്ദത്തം അബ്രഹാമിനോടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലുണ്ട് 4-ാം അധ്യായത്തിന് 19-ാം വാക്യം തൊട്ട് വായിക്കുമ്പോഴുണ്ട്, നിന്റെ സന്തതി ഈ വണ്ണമാകുമെന്ന് അരുളപ്പാട് ലഭിച്ചു. അപ്പം നിന്റെ സന്തതി ഏത് വണ്ണം? ആ ബാക്കിലേക്ക് നമ്മൾ പോയാൽ, ഉൽപ്പത്തിയിലേക്ക് പോയാൽ നക്ഷത്രങ്ങളെ കാണിച്ചിട്ട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതി ഈ വണ്ണം ആകുമെന്ന് പറഞ്ഞു. അതുപോലുള്ള എണ്ണത്തിൽ പെരുപ്പത്തിലുള്ള മക്കളെ ദൈവം നൽകുമെന്ന് പറഞ്ഞു. അപ്പോൾ അബ്രഹാം വിശ്വസിച്ചു. ആരെ വിശ്വസിച്ചു? നക്ഷത്രത്തെ അല്ല, ദൈവത്തെ വിശ്വസിച്ചു. ഈ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച് ശൂന്യതയുടെ മേൽ തൂക്കാൻ കഴിവുള്ള ദൈവത്തിൽ വിശ്വസിച്ചു. എനിക്ക് തലമുറയെ തരും. ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനുള്ള തലമുറകളെ നൽകുമെന്നായിരുന്നെങ്കിൽ നമ്മുടെ ചിന്തയും നമ്മുടെ വിചാരങ്ങളും ദൈവത്തിൻ്റെ വഴികളും ദൈവത്തിൻ്റെ വിചാരങ്ങളും നമ്മൾ എത്രയോ അകലമാണെന്ന് നമ്മൾ ഓർത്തുകൊള്ളുക. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നമ്മൾ പൂർണ്ണ ദൈവാശ്രയത്വത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ അത് ഉറപ്പായിട്ടും ആ മല പോലുള്ള തടസ്സങ്ങളുമായി ഇരിക്കുക. എബ്രായ ലേഖനത്തിലെ തീക്കകത്ത് പോകുന്നതിന് മുന്നേ ആ 3 പേരും പറഞ്ഞ വാക്കഥ, രാജാവേ, ഞങ്ങളുടെ ദൈവത്തിന് രാജാവിൻ്റെ കയ്യിൽ നിന്നും ഈ തുയിച്ചുളയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. ഞങ്ങൾ വിശ്വസിക്കുക, കഴിയും. ഇനി ദൈവത്തിൻ്റെ ഹിതമല്ല അങ്ങനെങ്കിൽ, ഇല്ലെങ്കിലും, അങ്ങനെ സംഭവിച്ചില്ലെങ്കിലും രാജാവ് നിർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. അപ്പം അവർ ദൈവത്തിൻ്റെ ആ കഴിവിലെ, ദൈവത്തിൻ്റെ എബിലിറ്റിയെ സംശയിച്ചേ ഇല്ല. ഈ തീച്ചുളയുടെ ചൂട് 7 മടങ്ങ് വർദ്ധിപ്പിച്ചു. ഞങ്ങളെ ചാമ്പലാക്കാൻ ആദ്യത്തെ തീച്ചുള മതിയായിരുന്നു, ഇത്രയും ചൂട് വർദ്ധിപ്പിക്കണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം ശക്തനാണ്, ദൈവത്തിന് കഴിയും, ദൈവത്തിന് എബിലിറ്റി ഉണ്ടെന്ന് അവർ വിശ്വസിച്ചു. പക്ഷെ ദൈവത്തിന് അതിന് പദ്ധതി ഇല്ലെങ്കിൽ, ഹിതമല്ലെങ്കിൽ നടക്കത്തുമില്ല. പക്ഷെ ദൈവത്തിൻ്റെ ഹിതമായിരുന്നു അവരെ തീച്ചുളയിൽ ഒരു രോമത്തിന് പോലും ഒരു മണമേൽക്കാതെ വിടുവിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ യേശുവിൻ്റെ പിന്നാലെ കുരുടന്മാരായ വ്യക്തികളെ ദാവീദ് പുത്രാ കരുണ തോന്നണമെന്ന് പറഞ്ഞ് ഓടുമ്പോഴും പിന്നീട് ആ വീട്ടിൽ വെച്ച് കർത്താവിനെ കാണുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്ത് വിശ്വസിക്കുന്നു? നിനക്ക് ഞങ്ങളുടെ കണ്ണിനെ, അല്ലെങ്കിൽ എൻ്റെ കണ്ണിനെ കാഴ്ച തരാനുള്ള എബിലിറ്റി ഉണ്ട്, കഴിവുണ്ട്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ അത് നടക്കും, മനസ്സില്ല നടക്കത്തില്ല. അതവർ പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങളെ സൗഖ്യമാക്കണമേ. ഇപ്പോൾ കർത്താവ് ചോദിക്കുക, എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? അയ്യോ, കഴിയും, ഞാൻ വിശ്വസിക്കുന്നു. നിനക്കതിന് കഴിയും. ഞങ്ങളുടെ ആ കുരുടിൻ്റെ അവസ്ഥ മാറ്റാൻ നിനക്ക് കഴിയും. യേശു അവിടെ വിശ്വാസത്തെ പ്രതി, ആരിലുള്ള വിശ്വാസം? യേശുവിലുള്ള വിശ്വാസം. യേശുവിൻ്റെ ആ എബിലിറ്റിയിലുള്ള, കഴിവിലുള്ള, പവറിലുള്ള വിശ്വാസത്തിൽ വിശ്വസിച്ചുകൊണ്ട്
അത് ഏറ്റെടുത്തപ്പോൾ കർത്താവിനെ സൗഖ്യമാക്കി. അതുകൊണ്ട് അവിടെ പ്രത്യേകം പറയാം, നിങ്ങളുടെ വിശ്വാസത്തെ പ്രതി, അക്കോർഡിംഗ് ടു യുവർ ഫെയ്ത്ത്, നിങ്ങളുടെ വിശ്വാസത്തെ പ്രതി, ആരിലുള്ള? ദൈവത്തിലുള്ള, യേശുവിലുള്ള, അവൻ്റെ എബിലിറ്റിയിലുള്ള, അവൻ്റെ പവറിലുള്ള, അവൻ്റെ അതോറിറ്റിയിലുള്ള വിശ്വാസം അവരെ സൗഖ്യത്തിലേക്ക് നടത്തി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ ചുരുങ്ങിയൊരു മെസ്സേജായിട്ട് പറയാനായിട്ടാണ് ആഗ്രഹിച്ചത്, നീണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഏത് കാര്യത്തിൻ്റെ മുമ്പിലാണ് നിങ്ങളായിരിക്കുന്നത് എനിക്കറിയത്തില്ല, എങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനറിയാം. അവിടെ നമ്മളെ സംശയിക്കുകയല്ല വേണ്ടത്, സംശയിക്കരുത്. ദൈവത്തെ ഒരു കാലത്ത് സംശയിക്കരുത്. കർത്താവ് പടകിൽ വെച്ച് ചോദിച്ചല്ലോ, അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിനാണ് സംശയിച്ചത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലേ? ആരിലുള്ള വിശ്വാസമാണ്? യേശുവിലുള്ള വിശ്വാസം. താൻ അവിടെ ഉറങ്ങിക്കിടക്കുകയാണെങ്കിലും തനിക്ക് ഈ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കാൻ കഴിയുന്ന ഒരാളാണ് അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങുന്നെന്നുള്ള ഒരു വിശ്വാസം, യേശുവിലുള്ള വിശ്വാസം. അതവർക്ക് ഈ സമയത്തില്ലാതെ പോയി. കനാനിലെ കല്യാണത്തിന് വീഞ്ഞ് ഇല്ലാതെ വന്നപ്പോൾ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, മേൽത്തരമായി വീഞ്ഞാക്കി കൊടുത്തപ്പോൾ അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ 11-ാം വാക്യം തൊട്ട്, അവരെ യേശു അടയാളങ്ങളുടെ ആരംഭമായി ഈ തൻ്റെ ഈ അടയാളം ചെയ്തു. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അപ്പം അന്ന് വിശ്വസിച്ചവരാ. അടയാളം കണ്ടപ്പോൾ, അത്ഭുതം കണ്ടപ്പോൾ യേശുവിൽ വിശ്വസിച്ചു. അന്ന് അവർക്ക് പ്രത്യേകിച്ചൊന്നും നേരിടേണ്ടി വന്നില്ല, ഒരു ശ്രമം പോലും നടത്തേണ്ടി വന്നില്ല, ഒന്ന് പ്രാർത്ഥിക്കേണ്ടി പോലും വന്നില്ല. പക്ഷേ പടകിലായപ്പോൾ യേശു ഉറങ്ങുകയാണ്. കാറ്റ് പ്രതികൂലമായി, കാറ്റ് വർദ്ധിച്ചു വന്നു, വെള്ളം പടകിൽ കയറാൻ തുടങ്ങി, അത് മുങ്ങാറായി. അവിടെ വിശ്വാസം പോയി യേശുവിലുള്ള. നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിശ്വാസമില്ലയോ എന്ന് ചോദിച്ച് കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിക്കുകയും ശാന്തമാക്കുകയും ചെയ്തു. അപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? അവിടെ അവർ അത്ഭുതം കൂടി, ഇവനെ എങ്ങനെയുള്ള മനുഷ്യൻ, കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്നല്ലോ. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ വാക്കിനെ അനുസരിക്കാത്ത ഒരു കാര്യവും മുന്നിൽ നിൽക്കത്തില്ല. അതാണ് ശതാധിപൻ വന്ന് പറഞ്ഞ്, എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ നീ വരാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാകും. ഒരു വാക്ക്. യേശു മനസ്സലിഞ്ഞ് ഒറ്റ വാക്ക് കൽപ്പിച്ചാൽ ഈ ദീനം സൗഖ്യമാകുമെന്ന് അവൻ യേശുവിൽ വിശ്വസിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ്റെ വിശ്വാസം വലുതാണെന്ന് പറഞ്ഞത്. പക്ഷേ നമ്മളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രാർത്ഥനയിൽ ദൈവം യേശു ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. അത് ഈ മത്തായി 6-ാം അധ്യായത്തിലെ മാതൃകാ പ്രാർത്ഥന പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ താഴെ ഈ വ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ആ വ്യവസ്ഥ കർത്താവ് തൊട്ട് താഴോട്ട് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കാൻ, അതിൻ്റെ 25-ാം വാക്യം, 11-ൻ്റെ 25-ാം വാക്യം, നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. പ്രാർത്ഥനയിൽ യേശുവിൻ്റെ മുന്നിൽ ചെല്ലുന്നതിന് മുന്നേ ഈ വ്യവസ്ഥ പാലിക്കണം. എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ക്ഷമിക്കണം. നമ്മൾ ക്ഷമിക്കാതെ പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളോട് ക്ഷമിക്കത്തില്ല. ഈ വ്യവസ്ഥ സുവിശേഷത്തിൽ പല ഭാഗങ്ങളിൽ കർത്താവ് പറഞ്ഞിടത്തൊക്കെ കാണുവാൻ കഴിയും. പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിടത്ത് പലപ്പോഴും ഈ വ്യവസ്ഥ നമ്മളെ ഓർക്കാതെയാണ് ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നത്. നീ വഴിപാട് കഴിക്കാൻ ചെല്ലുമ്പോൾ നിൻ്റെ സഹോദരൻ നിന്നോട് വല്ലതും ഉണ്ടെന്ന് നിനക്ക് ബോധ്യം വന്നാൽ, അല്ലെങ്കിൽ നിനക്ക് ഓർമ്മ വന്നാൽ, നിൻ്റെ വഴിപാടോടെ വെക്കെ, അതിപ്പോൾ അർപ്പിക്കണ്ട, പോയി അവനോട് നിരപ്പ് പ്രാപിച്ചിട്ട് വന്നിട്ട് നീ അർപ്പിച്ചാൽ മതിയെന്ന് കർത്താവ് പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ മത്തായി 5-ാം അധ്യായത്തിൽ. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വ്യവസ്ഥ നമ്മൾ പാലിക്കണം, കണ്ടീഷൻ പാലിക്കണം. അതില്ലാതെ ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുമെന്ന് പറഞ്ഞ് ദൈവത്തെ
സമീപിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ദൈവം മനസ്സറിഞ്ഞ് ചെയ്തെന്ന് വരുമായിരിക്കും. എന്നാലും അതിനപ്പുറമായിട്ട് ദൈവത്തിന് വ്യവസ്ഥ ചെയ്ത പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ അത് ഒറ്റയ്ക്കാണ് ദൈവസ്ഥനെ ഇരിക്കുന്നെങ്കിൽ, ഹൃദയത്തിൽ ആരോടെങ്കിലും കയ്പുണ്ടെങ്കിൽ, പകയുണ്ടെങ്കിൽ, അസൂയുണ്ടെങ്കിൽ, അത് ഹൃദയപ്രകാരം ക്ഷമിച്ചിട്ട് വേണം ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കാൻ. അപ്പോൾ മല പോലുള്ള തടസ്സങ്ങൾ ദൈവം മാറ്റും. അസാധ്യമാണ് നമ്മളെ കൊണ്ട്, പക്ഷെ ദൈവത്തിനത് സാധ്യമാണ്. ഈ പകൽക്കാലം ഈ ചുരുങ്ങിയ മിനിറ്റ് കൊണ്ട് പൂർത്തീകരിക്കുന്ന ഈ സന്ദേശത്തിലൂടെ നിങ്ങളോട് അറിയിക്കുന്നത്, നമ്മുടെ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കുക. ഇളകിപ്പോകാനിടയാകരുത്. പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളും കൊടുങ്കാറ്റിൻ്റെ നടുവിലും പടകം മുങ്ങാൻ പോകുന്നതിൻ്റെ നടുവിൽ ഇളകിപ്പോകരുത്. ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന, അതിനുമേൽ അധികാരമുള്ള ഒരു ദൈവമാണ് എൻ്റെ ദൈവം. ആ ദൈവത്തിന് ഇത് ശാന്തമാക്കാൻ കഴിയും, ഈ മല മാറ്റാൻ കഴിയും, ഈ തടസ്സങ്ങൾ മാറ്റാൻ കഴിയും. ഇതിലെ ദൈവത്തിൻ്റെ കരത്തിന് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ എന്ന് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.